ഓം നമഃ ശിവായ. ആദ്യം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ആരംഭിക്കുന്നത് മഹാരാജയോഗമാണ്. അവർ കാത്തിരുന്ന ഭാഗ്യം 5 നാളുകാർക്ക് വന്നെത്തിക്കഴിഞ്ഞു. രാജയോഗം എന്നത് തന്നെ ധാരാളം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. എന്നാൽ അത് മഹാരാജയോഗമായി മാറുമ്പോഴോ? നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് മഹാരാജയോഗത്തിന്റെ ഫലമായി നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. 5 നക്ഷത്രക്കാർക്കാണ് മഹാരാജയോഗം വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത്തരം മാറ്റങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് എന്ന് പലർക്കും അറിയില്ല. ജീവിതം തന്നെ മാറി മറിയുന്ന മാറ്റങ്ങളാണ് വന്നെത്തി നിൽക്കുന്നത്. മഹാരാജയോഗം ജൂലൈ മാസത്തിൽ ഈ 5 നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂല ഫലങ്ങളാണ് നൽകുന്നത്. ഇവരുടെ കരിയറിലും ദാമ്പത്യത്തിലും പ്രണയത്തിലും ജോലിയിലും എല്ലാ മേഖലയിലും ഈ രാജയോഗം ഗുണം ചെയ്യും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ രാജയോഗം വന്നെത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം നൽകുന്ന ഫലങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നു. മഹാരാജയോഗം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്നത്. കാലങ്ങളായി നടക്കാതെ പോയ പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കുന്നതാണ്. ആത്മാർത്ഥത വളരെയധികം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാവുന്നു. മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കാൻ ഇടയുണ്ടാവും. രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളായ സൂര്യൻ, ശുക്രൻ, വ്യാഴം, ശനി എന്നിവയുടെ സ്ഥാനം അനുകൂലമായ പല മാറ്റങ്ങളും നൽകുന്നു. പലപ്പോഴും പ്രശ്നങ്ങൾ എല്ലാം അവസാനിക്കുകയും ജീവിതത്തിലേക്ക് സന്തോഷം വന്നെത്തുകയും ചെയ്യുന്ന സമയമാണ് ഇത്. പുതിയ വാഹനം വാങ്ങാൻ ഇടയുണ്ടാവും. സാമ്പത്തികമായി ഉയർന്നുവരും. ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷേ ഈ നക്ഷത്രക്കാർ ഒരു കാര്യത്തിനും എടുത്ത് ചാട്ടം പാടില്ല എന്നത് മാത്രമാണ് ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. മൂന്നാമത്തെ നക്ഷത്രം പൂരം ആണ്. പൂരം നക്ഷത്രക്കാർക്ക് മഹാരാജയോഗമാണ് ജൂലൈ മാസത്തിൽ കാത്തിരിക്കുന്നത്. ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. സാമ്പത്തികമായി ഉയർന്നുവരും. ഈ രാജയോഗം നിങ്ങൾക്ക് അനുകൂലമായ നേട്ടങ്ങൾ കൊണ്ടുവരും. നാലാമത്തെ നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല നേട്ടങ്ങളും ജൂലൈ മാസത്തിൽ നടക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റമുണ്ടാവും. സാമ്പത്തിക ഉയർച്ചയുണ്ടാവും. പുതിയ വാഹനം വാങ്ങാനിടയുണ്ടാവും. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കും. അതിലൂടെ വിജയം കൈവരിക്കും. ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലും ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. അഞ്ചാമത്തെ നക്ഷത്രമാണ് അത്തം. അത്തം നക്ഷത്രക്കാർക്ക് ജൂലൈ മാസം അനുകൂലമായ പല മാറ്റങ്ങളും ഉണ്ടാവും. സൂര്യൻ, വ്യാഴം, ശനി, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇവർക്ക് ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ പരിഹരിക്കപ്പെടും. സാമ്പത്തികം മെച്ചപ്പെടും. ജീവിതം മാറി. കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.